എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കാണാം. റവ വെച്ചാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചരി വെച്ചുണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒഴിച്ച വെള്ളം റവ മുഴുവൻ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 നുള്ളി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇതിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചൂടായ പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ മുകളിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് മൂടി വയ്ക്കണം. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-25 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.